ഇന്ന് പുലർച്ചെയായിരുന്നു അർജൻറ്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരം കഴിഞ്ഞത്. അതിൽ ആവേശകരമായ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് അർജൻറ്റീന ഇംഗ്ലണ്ടിനെ 2-1 പരാജയപ്പെടുത്തുകയും ഫൈനലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത്. ആ മത്സരമല്ല, മത്സരത്തിന് ശേഷം ഗ്രൗണ്ടിൽ നടന്ന ഒരു പ്രകടനം ഇപ്പോൾ വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കുറച്ച് അർജൻറ്റീനൻ താരങ്ങൾ ഒരു ബാനറുമായിട്ട് ഗ്രൗണ്ടിൽ അങ്ങോട്ട് നടക്കുകയും അതിനുശേഷം ആ ഗ്രൗണ്ടിൽ ആ ബാനർ വിരിച്ചിടുകയൊക്കെ ചെയ്തിരുന്നു. ആ ബാനറിൽ എഴുതിയിരുന്ന ഫോക്ലാൻഡ് പ്രദേശങ്ങൾ ഞങ്ങളുടേതാണ് എന്നർത്ഥം വരുന്ന വാക്കുകളായിരുന്നു. മുമ്പ് തന്നെ തൊട്ട് ഈ അർജൻറ്റീന ഇംഗ്ലണ്ട് മത്സരങ്ങളിൽ ഈ ഫോക്ലാൻഡ് പ്രദേശങ്ങളെ മുൻനിർത്തിയിട്ട് ഇരു രാജ്യങ്ങളെ അല്ല ഇവരെ കാണികൾ തമ്മിൽ ഇത്തരത്തിൽ ബാനറുകൾ ഉയർത്തുകയും പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ അത്തരം ഫൈറ്റുകളും നടക്കാറുണ്ടായിരുന്നു. അർജൻറ്റീനയും യു കെയും തമ്മിൽ മുമ്പ് ഈ ഫോക്ലാൻഡ് പ്രദേശത്തിന് വേണ്ടിയിട്ടുള്ള തർക്കം നിലനിൽക്കുകയും ഇവർ തമ്മിൽ നടന്ന യുദ്ധത്തിൽ അത് ബ്രിട്ടീഷ് യു കെ തന്നെയാണ് നിലവിൽ അതിൻ്റെ ഒരു അധികാരം നിലനിർത്തുന്ന രീതിയിലേക്ക് വിജയിക്കുകയും ചെയ്തത്. ഇപ്പോഴും ആ ഫോക്ലാൻഡ് പ്രദേശങ്ങൾ യു കെയുടെ കീഴിലാണ്. ഈ പ്രദേശമാണ് തങ്ങളുടേതാണ് എന്നർത്ഥം വരുന്ന രീതിയിലുള്ള ബാനറുമായി അർജൻറ്റീനൻ താരങ്ങൾ മൈതാനത്തിലൂടെ അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിലൂടെ പ്രകടനം നടത്തിയത്. ഇതിൻ്റെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഫിഫയിൽ അല്ലെങ്കിൽ ഫിഫയുടെ ഔദ്യോഗിക റൂൾ പ്രകാരം മൈതാനത്ത് ഇത്തരത്തിൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോ അല്ലെങ്കിൽ മതപരമായതോ മറ്റുള്ളവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രഖ്യാപനങ്ങളും മുദ്രാവാക്യങ്ങളും ബാനറുകളും ഒന്നും അനുവദിക്കുന്നതല്ല. അതിനെ ലംഘിച്ചുകൊണ്ടാണ് അർജൻറ്റീന ഇത്തരത്തിലൊരു പൊളിറ്റിക്സ്, അവരൊരു രാഷ്ട്രീയം പറയുന്ന അവരുടെ രാജ്യത്തിന് താല്പര്യമുള്ള കാര്യം ഉന്നയിച്ചിരിക്കുന്ന കളിയിലൂടെ തന്നെ. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഇപ്പോൾ അർജൻറ്റീനയെ മുൻനിർത്തിയിട്ട് നടക്കുന്ന ചർച്ചകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഫുട്ബോൾ കളിയുടെ രാഷ്ട്രീയം പറയാമോ വേണ്ടയോ എന്നുള്ള ഡിസ്കഷൻ വലിയ രീതിയിൽ നടക്കുന്ന ഒരു സമയത്താണ് മെസ്സിയുടെ സംഘം അവരുടെ രാഷ്ട്രീയം ഗ്രൗണ്ടിൽ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതിലേക്കാണ് ദൗസൈബ് ആ മത്സരത്തിന് ശേഷമുള്ള ഈ പ്രകടനം കണ്ടിരുന്നു. മത്സരം ഭയങ്കര ആവേശകരമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വിവാദങ്ങളിൽ ഇത് ഇടം പിടിച്ചിരിക്കുക കൂടിയിട്ടാണ്. കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അർജൻറ്റീന, ബ്രസീൽ അല്ലെ ഇവരെയൊക്കെ കളി കണ്ടാൽ മതി, ആ രാജ്യങ്ങളുടെ രാഷ്ട്രീയം നമ്മൾ മുന്നിലേക്ക് വെക്കേണ്ടതെന്ന്. അതേസമയത്ത് തന്നെയാണ് അർജൻറ്റീനൻ താരങ്ങൾ അവരുടെ രാഷ്ട്രീയം ഗ്രൗണ്ടിൽ വെളിപ്പെടുത്തുന്നത്. അല്ല, ഇത് പലതരം ഡിബേറ്റുകളുണ്ട്. ഇത് ഒന്നാമത്തെ ഇപ്പോൾ പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത് മാതിരി അർജൻറ്റീനയെ കുറിച്ച് മിണ്ടരുത് എന്നുള്ള ഒരു സംഗതി അവിടെയുണ്ട്. ഇന്നലെ നടന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോക്ലാൻഡ് എന്താണ് അവരതിന് ഫോക്ലാൻഡ് എന്നല്ല മൽവിനാസ് അല്ലേ, മൽവിനാസ് എന്നാണ് അവർ ആ ദ്വീപിന് പറയുന്നത്. ആ ദ്വീപുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉടമസ്ഥയെ ബന്ധപ്പെട്ട് തർക്കം അർജൻറ്റീനയും ബ്രിട്ടനും തമ്മിൽ യു കെയും തമ്മിൽ വർഷങ്ങളായിട്ടുള്ളതാണ്. 1982 അവർ അതിൻ്റെ പേരിൽ യുദ്ധം ചെയ്തു. വലിയ യുദ്ധമായിരുന്നു. അന്ന് ലോകരാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. 600ഓളം അർജൻറ്റൈൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 200-ന് മേലെ ബ്രിട്ടീഷ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ദ്വീപ് എന്ന് പറയുന്നത് അർജൻറ്റീനയിൽ തീരുന്ന അധികം ദൂരമില്ലാത്ത ദ്വീപാണ്. സാമാന്യ വലുപ്പമുള്ള വലിയൊരു ദ്വീപ് സമൂഹമാണ്. 200 ദ്വീപുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ ചെറിയ ജനസംഖ്യയുള്ളൂ, 5000 താഴെ ജനസംഖ്യയുള്ളൂ. ആ ദ്വീപിൻ്റെ ഉടമസ്ഥാവകാശം എല്ലാ കാലത്തും അർജൻറ്റീനയും ബ്രിട്ടനും യു കെയും തമ്മിൽ തർക്ക വിഷയമാണ്. ഇപ്പോൾ കശ്മീരിൻ്റെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും എത്രത്തോളം വൈര്യത്തിലാണ്, ആ നിലയിലാണ് അവർ ആ വിഷയത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന വേദികളിലെല്ലാം ഫോക്ലാൻഡുമായി ബന്ധപ്പെട്ടിട്ട് ഉടമസ്ഥത അല്ലെങ്കിൽ ഈ അർജൻറ്റൈൻ നാഷണൽ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം കൂടി തന്നെയാണ് ഈ ഫോക്ലാൻഡിൻ്റെ ഉടമസ്ഥത. പല സന്ദർഭങ്ങളും അവർ ഉയർത്തിയിട്ടുണ്ട്. 2014 സ്ലൊവേനിയയുമായിട്ടുള്ള ഫ്രണ്ട്ലി മാച്ചിൽ ഇതേ വാക്കുകൾ എഴുതിയുള്ള ബാനർ ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ അർജൻറ്റൈൻ ഫുട്ബോൾ ഫെഡറേഷന് ഫൈൻ ഇട്ടതാണ്. ഫിഫ 20,000 പൗണ്ടോ മറ്റോ ഫൈൻ ഇട്ടതാണ്. അപ്പോൾ ഇവരുടെ സ്റ്റേഡിയം കോഡ് ഓഫ് കോണ്ടക്റ്റിൽ സിഗേഷ് പറഞ്ഞ മാതിരി പൊളിറ്റിക്കലായിട്ടുള്ള, ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള അത്തരം സൈനുകളോ അത്തരം മുദ്രാവാക്യങ്ങളോ എഴുത്തുകളോ ഒന്നും എക്സിബിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ കർക്കശമായിട്ടുള്ള നിയമമാണ്. അപ്പോൾ ഇത് സാധാരണ ഫാൻസാണ് ഇത്തരം പരിപാടികൾ ചെയ്യാറ്. ഇത് കളിക്കാർ തന്നെ ഇതിൽ പങ്കാളികളായി. അപ്പോൾ ഫിഫയ്ക്കെതിരെ ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്. ഫിഫ അത് അന്വേഷിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും നടപടി ഉണ്ടാകുമായിരിക്കും. പക്ഷേ ആ നടപടി ഈ കളിക്കാരെ കളിയിൽ നിന്ന് മാറ്റി നിർത്തുമോ, അതെല്ലാം നേരത്തെ ഉണ്ടായതുപോലെ ഫൈന് മാത്രമാണോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതൊന്നും നടക്കില്ല. ഇതിപ്പോൾ അർജൻറ്റീന അല്ല ഫിഫൻഡൈനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ആളുകൾ എഴുതുന്നുണ്ട്. എനിവേ ദാറ്റ് ഹാസ് ബിക്കം അതൊരു വലിയൊരു വിവാദമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലൊരു സംഗതി. അത് ഫിഫയുടെ ഉത്തരവാദപ്പെട്ട ഒഫീഷ്യൽസ് അത് പരിശോധിച്ച് അതിൽ തീരുമാനം എടുക്കേണ്ട ഒരു സംഗതിയാണ്. ടെക്നിക്കലി ഇത്തരം പൊളിറ്റിക്കൽ സ്ലോഗൻസ് സ്റ്റേഡിയത്തിൽ ഉയർത്താൻ പാടില്ല എന്നുള്ളത് നിയമം, വളരെ കർക്കശമായുള്ള നിയമം ഫിഫയ്ക്കുണ്ട്. നമുക്ക് കാത്തിരിക്കാം അതിലെന്താണത് വരുന്നത്. പിന്നെ ഇവിടെ നടക്കുന്ന വിവാദങ്ങളും സംവാദങ്ങളും തർക്കങ്ങളൊക്കെ അതെന്താണെന്ന് വെച്ചാൽ അതിൽ ഒന്ന് കളി കണ്ടാൽ മതി, രാഷ്ട്രീയം പറയണ്ട എന്നുള്ളൊരു സംഗതി. പിന്നെ ഇതുമായി നമ്മുടെ ഒരു രാഷ്ട്രീയവും പറയാനേ പാടില്ല എന്നുള്ള ഇതിലേക്ക് വരുന്നു.
പിന്നെ ആളുകളുടെ ഈ സപ്പോർട്ടില്ലായ്മയും ഓരോ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുമായിട്ട് ചേർത്തിയിട്ട് എടുക്കുന്ന ആളുകൾ, അത് തന്നെ പലപ്പോഴും പ്രശ്നങ്ങൾ, അത് തന്നെയാണ് അവരുടെ രാഷ്ട്രീയ നിലപാടെന്നൊക്കെയുള്ള. അപ്പോൾ അങ്ങനത്തെ പല സ്വഭാവത്തിലുള്ള വിവാദങ്ങൾ, സംവാദം എന്ന് പറയാൻ പറ്റില്ല, വിവാദങ്ങളും ചെളിവാരിയലുകൾക്ക് സോഷ്യൽ മീഡിയ നടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഓഫ് സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം തുടങ്ങി. ആ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ രാഷ്ട്രീയ ചരിത്രവും അവിടുത്തെ രാഷ്ട്രീയ ചരിത്രവും സാമൂഹിക ചിത്രം അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതാണ്. അപ്പോൾ അത് അർജൻറ്റീനയെ കുറിച്ചിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിച്ചു. അർജൻറ്റീനയിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെനാരിയോ എന്താണ്, ഹാവിയർ മിലിയാണ് അവിടെ ഭരിക്കുന്നത്, അങ്ങേരുടെ നിലപാടുകൾ എന്താണ്, അങ്ങനെ അതിഭയങ്കരമായ പ്രോ ഇസ്രായേലി പൊസിഷൻ എടുക്കുന്ന ആളാണ്. പ്രോ ഇസ്രായേലി പൊസിഷൻ എന്ന് മാത്രമല്ല, അതിൻ്റെ പരമാവധിയിൽ ഞാൻ ഒരു ഇസ്രായേലി ജ്യൂ ആയിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്നൊക്കെ സ്വയം ആത്മകഥം ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ഇങ്ങേരുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. നെതന്യാഹുവിനെ ചോദിക്കും, നിങ്ങൾ കളി കാണാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാണാറുണ്ട്. അപ്പോൾ ബെസ്റ്റ് ടീം ഏതെന്ന് വെച്ചാൽ മെലിയുടെ ടീമാണെന്നാണ് പറയുന്നത്, അല്ലാതെ മെസ്സിയുടെ ടീമാണെന്നല്ല. ഹെവർ മെലിയുടെ ടീമാണ് അങ്ങേരുടെ ബെസ്റ്റ് ടീം. ആ നിലക്ക് അവർ തമ്മിൽ വലിയതുണ്ട് എന്ന് വെച്ച് നമ്മളതിൽ പറഞ്ഞു. എന്ന് വെച്ചിട്ട് അർജൻറ്റീന ടീം എന്ന് പറയുന്ന ഒരു ഇസ്രായേലി ടീമാണ്, അല്ലെങ്കിൽ ഒരു ഇസ്രായേലി ഫാൻസാണ്, അവർ ഇസ്രായേലിൻ്റെ ഈ തോന്നിയാസങ്ങളൊക്കെ അത് അനുകൂലിക്കുന്ന ആളുകളാണ് എന്നും തീർപ്പിലെത്താൻ പറ്റില്ല. അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ഈ നിലപാടുള്ള ആളാണ്. അവരുടെ ടീമിലെ പല ആളുകളും റേഷ്യലായിട്ടുള്ള സമീപനങ്ങൾ മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ കപ്പ് നേടി തിരിച്ചു പോയപ്പോൾ അത് നമ്മൾ അവരുടെ ബ്യൂണസ് ഐറീസിലെ അവരുടെ പ്രകടനത്തിൽ വിജയാഘോഷ റാലിയിൽ നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഇത്തരം സംഗതികൾ എല്ലാ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ രാജ്യങ്ങളുടെ സാമൂഹിക ചിത്രം, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷൻ, ഇപ്പോൾ ഭരിക്കുന്ന ആരാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ നമ്മൾ അന്ന് അർജൻറ്റീനയെക്കുറിച്ച് അന്ന് സംസാരിച്ചപ്പോൾ വലിയ ബഹളമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ചരിത്രമുണ്ട്. അതിൽ റേസിസം എന്നുള്ളത് വളരെ പ്രകടമായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇന്നലെ മിനിയാന്ന് ഇവരൊരു ഡോക്യുമെൻ്ററി ഇറക്കിയിട്ടുണ്ട്, ജർമ്മൻ ചാനൽ DWയുടെ ഡോക്യുമെൻ്ററി അർജൻറ്റീനയുടെ റേസിസ്റ്റ് ഹിസ്റ്ററിയെക്കുറിച്ചാണ്. അതിൽ ഒരു 1868 അവിടുത്തെ പ്രസിഡൻറ്റ് അർജൻറ്റൈൻ പ്രസിഡൻറ്റ് ഡൊമിംഗോ സരമെന്തോ എന്ന് പറയുന്ന പ്രസിഡൻറ്റിൻ്റെ കീഴിൽ നടപ്പിലാക്കിയ ഒരു പ്രോജക്റ്റ്, ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് പ്രോജക്റ്റാണ്. ബ്ലാങ്കമെന്തോ എന്നാണ് പ്രോജക്റ്റിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സ്പാനിഷ് വാക്കിൻ്റെ അർത്ഥം വൈറ്റനിങ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അർജൻറ്റീനയെ വൈറ്റ് ആക്കുക. അർജൻറ്റൈൻ നാഷണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂറോപ്യൻ വൈറ്റ് ഐഡൻറ്റിറ്റിയാണ്. അതിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുക എന്നുള്ള ഒരു പ്രോജക്റ്റാണ് ബ്ലാങ്കമിയന്തോ എന്ന് പറയുന്ന ഒരു ഒരു നാഷണൽ പ്രോജക്റ്റായിട്ട് നടപ്പിലാക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അക്കാഡമിക്സ് റീറൈറ്റ് ചെയ്യുന്നു, അവിടുത്തെ ഹിസ്റ്ററി റീറൈറ്റ് ചെയ്യുന്നു, അവിടുത്തെ കൾച്ചറൽ കൾച്ചറൽ പ്രോഡക്ട്സ്, സിനിമ, മ്യൂസിക്, ഇതിനെല്ലാം നമ്മളൊരു വൈറ്റ് ആന്ത്രോപോളജി പ്രധാനപ്പെട്ട അതെ. ഇത് അവിടുത്തെ ഇൻഡിജിനസ് പീപ്പിൾ അവരെ ഇറേസ് ചെയ്യുക, അവരുടെ കൾച്ചർ, അവരുടെ ഹിസ്റ്ററി, അവരുടെ വിസിബിലിറ്റി അത് ഇറേസ് ചെയ്യുക. ലക്ഷക്കണക്കിന് ആഫ്രിക്കൻ സ്ലേവ്സ് നേരത്തെ അവിടെ കൊണ്ടുവന്ന് തള്ളിയ ആഫ്രിക്കൻ സ്ലേവ്സ് ഉണ്ട്. അർജൻറ്റീനയെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവരാണ്. അവരെ ഇറേസ് ചെയ്യുക, അവരെ ഇൻവിസിബിളാക്കുക. ഇതാണ് ആ പ്രോജക്റ്റ്. അതൊരേ സമയം അതൊരു ഒരു ബ്രൂറ്റൽ മിലിറ്ററി പ്രോജക്റ്റ് ആയിരുന്നു, ഒരു അക്കാഡമിക്, കൾച്ചറൽ, ഇൻ്റലക്ച്വൽ പ്രോജക്റ്റ് കൂടെ ആയിരുന്നു. ഇത് രണ്ടും കൂടെ, ഇതാണ് ബ്ലാങ്കമിയന്തോ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആളുകളെ ഡിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൊല്ലുന്നുണ്ട്, 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്, ഫോഴ്സ്ഡ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്, ഡിപ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്, വലിയ ഘട്ടങ്ങളിൽ ആളുകളെ കൊണ്ടുപോയി ഇടുന്നുണ്ട്, റെക്കോർഡ്സ് ഇല്ലാതാക്കുന്നുണ്ട്. 1788 നടന്നിട്ടുള്ള സെൻസസിൽ അവിടെ 1/3 ഈ പറയുന്ന ആഫ്രിക്കൻ ഡിസെൻഡൻസും ഇൻഡിജിനസ് പീപ്പിളും അവിടുത്തെ അർജൻറ്റൈൻ സെൻസസിൽ ഉണ്ടെങ്കിൽ 2022 സെൻസസിൽ 1% മാത്രമേ ഉള്ളൂ അവിടുത്തെ പോപ്പുലേഷനിൽ. അപ്പോൾ ആ ഒരു ജനത ഇൻവിസിബിൾ ആക്കുക എന്നുള്ളത് ഒരു സ്റ്റേറ്റ് പ്രോജക്റ്റായി നടപ്പിലാക്കിയ ഒരു രാജ്യമാണ്. റേസിസം എന്നുള്ളത് അവരുടെ നാഷണൽ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് ഭരണകൂടം തന്നെ കൊണ്ടു നടന്നതാണ്. 1989 മുതൽ 99 വരെ പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ് കാർലോസ് മെനത്തിൻ്റെ കുപ്രസിദ്ധമായുള്ള 96 നടത്തിയ കുപ്രസിദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ദർ ഇസ് നോ ബ്ലാക്ക് മെൻ ഇൻ അർജൻറ്റീന, ഇറ്റ്സ് എ ബ്രസീലിയൻ പ്രോബ്ലം എന്ന് പറയുന്നുണ്ട്. ആ വാക്കിലെ അപകടങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത് നമുക്ക് അർജൻറ്റീനയിൽ ബ്ലാക്ക് ഇല്ല എന്നുള്ളത് അദ്ദേഹം വലിയൊരു സംഭവമായിട്ട് പറയുകയാണ്. ആൻഡ് ഇവിടെ ബ്ലാക്ക് ഉണ്ടാവുക എന്നുള്ളത് എന്താണ്, അതൊരു പ്രോബ്ലമായിട്ടാണ് കാണുന്നത്. ദാറ്റ്സ് എ ബ്രസീലിയൻ പ്രോബ്ലം എന്ന്. കാർലോസ് മെനം അർജൻറ്റീന രാഷ്ട്രീയ ഈ മനുഷ്യൻ ഈ കാർലോസ് മെനം എന്ന് പറയുന്ന മനുഷ്യൻ
അങ്ങേര് ജന്മനാ മുസ്ലിമായിരുന്നു. അദ്ദേഹം പിന്നെ 89-ൽ പ്രസിഡൻ്റ് ആകാൻ വേണ്ടിയിട്ട് കാത്തലിസം സ്വീകരിച്ച ആളാണ്. ബിക്കോസ് അവിടുത്തെ ഭരണഘടനയിൽ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും കാത്തലിക് ആയിരിക്കണം എന്ന് നിഷ്കർഷ ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റുന്നുണ്ട്, 96-ലോ മറ്റോ അത് ഭേദഗതി വരുത്തുന്നുണ്ട്. അങ്ങേര് ഒരു സിറിയൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് മുസ്ലിമായി വളർന്ന ആളാണ്. പക്ഷേ പ്രസിഡൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഇസ്ലാം ഒന്ന് ഉപേക്ഷിച്ച് കാത്തലിക്കായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇത് അടക്കിയിരിക്കുന്നത്, മൃതദേഹം അടക്കിയിരിക്കുന്നത് മുസ്ലിം സെമിട്രിയിലാണ് പാരീസിൽ. എനിവേ, അത് വേറെ വിഷയം. അപ്പോൾ ആ മനുഷ്യരാണ് പറയുന്നത് ഇതെന്താണ്, ദർ ഇസ് നോ ബ്ലാക്ക് ഇൻ അർജൻറ്റീന, ഇറ്റ്സ് എ ബ്രസീലിയൻ പ്രോബ്ലം. അപ്പോൾ ആ നിലയ്ക്ക് ഒരു റേസിസ്റ്റ് ട്രഡീഷൻ, റേസിസ്റ്റ് ഹിസ്റ്ററി അർജൻറ്റീനയ്ക്കുണ്ട്. അപ്പോൾ അർജൻറ്റീനയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ അതേക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ പണിയില്ലേ, അതാണ് ഇതാണ് എന്ന് വെച്ച് അർജൻറ്റീനൻ ടീം എന്ന് പറയുന്നത് അങ്ങനെയാണെന്നോ, അല്ല അർജൻറ്റീനൻ ഫുട്ബോൾ ഒന്നും മോശം ഫുട്ബോളൊന്നും അർത്ഥമില്ല. ഗംഭീരമായി കളിച്ച് ഇന്നലെ 13 ഫൗൾ അവർ കളിച്ചിട്ടുണ്ട്. അവർ ഫ്രം ബിഗിനിങ് ടു ദ എൻഡ് ആ ഒരു എനർജി കീപ്പ് ചെയ്തുകൊണ്ട് അവർ കളിക്കുന്നുണ്ട്. മറ്റൊരാൾക്ക് അത്ര എനർജി കീപ്പ് ചെയ്ത് കളിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ വിജയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അർജൻറ്റൈൻ ഫുട്ബോളിൻ്റെ മനോഹാരിതയോ അതിൻ്റെ വിസ്മയ കാഴ്ചകൾ അതൊന്നും ഇല്ലെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. അർജൻറ്റീനയുടെ രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങൾ വരും, അവരുടെ പൊളിറ്റിക്കൽ പൊസിഷൻ വരും. അത് ആളുകൾ പറയുമ്പോൾ അതിനെതിരെ എന്താണ്, അത് വേറെന്തോ സംഗതിയാണെന്ന് വിചാരിക്കേണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അർജൻറ്റീനൻ ഫാൻ ആകേണ്ടതില്ല എന്ന് അഭിപ്രായം. അർജൻറ്റീനൻ ഫാൻ ആവുക, അവരുടെ കളി ആസ്വദിക്കുക, മെസ്സിക്ക് സല്യൂട്ട് അടിക്കുക, അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ അർജൻറ്റീനയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ വരും. സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്നത് ഇപ്പം ബ്രിട്ടനുമായിട്ട് അവർക്ക് ഈ ഒരു വൈരമുണ്ട്. 82-ലെ യുദ്ധം മാത്രമല്ല, നമ്മൾ ഫിഫയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ചുവപ്പ് കാർഡ് മഞ്ഞക്കാർഡ് വരുന്നത് എങ്ങനെയാണെന്നറിയോ? 86-ലെ മറ്റേ പ്രസിദ്ധമായിട്ടുള്ള ഇതില്ലേ, ദൈവത്തിൻ്റെ കൈ, കുറച്ച് എൻ്റെ തലയും കുറച്ച് പിന്നെ ദൈവത്തിൻ്റെ കൈയും ചേർന്ന ഗോൾ എന്ന് പറഞ്ഞാൽ 86-ലെ പ്രസിദ്ധമായിട്ടുള്ള മറഡോണയുടെ ഗോള്. അത് ക്വാർട്ടറിലാണ്. അത് ബ്രിട്ടനുമായിട്ട് ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയാണ്. അതെങ്ങനെ മനസ്സിലാക്കണം, 82-ലെ യുദ്ധം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ കളിയാണ്. അപ്പോൾ ഇതൊന്നും ആലോചിച്ചു, അത് എത്രത്തോളം ഹൈ വോൾട്ടേജ് ഡ്രാമയായിരിക്കും എന്ന് ഓർത്താൽ മതി. അതിലാണ് ഈ പറയുന്ന ദൈവത്തിൻ്റെ കൈ വരുന്നത്. പക്ഷേ അത് ആളുകൾ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 82-ലെ ഫോക്ലാൻഡ് യുദ്ധത്തിന് ശേഷമാണ് ഇവരുടെ വൈരം തുടങ്ങിയതെന്നാണ്. അങ്ങനെയല്ല. 66-ൽ ഇപ്പം യെല്ലോ കാർഡിൻ്റെയും റെഡ് കാർഡിൻ്റെയും ചരിത്രം എടുത്താൽ അതങ്ങനെയാണ് വരുന്നത്. 66-ലെ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിലുള്ള കളിയിൽ ഇങ്ങനെ പിന്നെ അർജൻറ്റൈൻ ക്യാപ്റ്റനെ റഫറിക്ക് പുറത്താക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ പുറത്താക്കേണ്ടി വരുമ്പോൾ ഈ അർജൻറ്റൈൻ റഫറിക്ക് ജർമ്മനും ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. ഇയാൾക്ക് ഇത് രണ്ടും അറിയില്ല, ഈ ക്യാപ്റ്റൻ അറിയില്ല. അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അവസാനം വേറെ ഏതൊരു ലൈൻ റഫറിയോ മറ്റോ വന്നിട്ട് ഇയാളെ പിടിച്ചുകൊണ്ട് പോവാണ് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ഇയാൾ ഇത് തിരിക്കുന്നുണ്ട്, നമ്മുടെ കോർണറിൽ വെക്കുന്ന ഫ്ലാഗില്ലേ, അതൊക്കെ പിടിച്ച് മെരടിയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഇതിന് വേണ്ടിയിട്ട് ഈ യെല്ലോ കാർഡ് റെഡ് കാർഡ് എന്ന് പറയുന്നത് സമ്പ്രദായം തന്നെ ഫിഫ കൊണ്ടുവരുന്നത്. അപ്പോൾ അന്നത് വലിയ ഫൗളും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള വലിയ വിവാദമായൊരു കളിയായിരുന്നു 66-ലെ കളി. പക്ഷെ അന്ന് മുതൽ ഈ പറയുന്ന വൈരം ഈ രണ്ട് ടീമുകൾക്കിടയിലുണ്ട്. പക്ഷേ 82 യുദ്ധത്തിന് ശേഷം അത് കൂടുതൽ രൂക്ഷമായി. 86 ദൈവത്തിൻ്റെ കൈ വരുന്നു. സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ടുമായിട്ടുള്ളൊരു മത്സരം എന്ന് പറഞ്ഞാൽ ഹൈലി ചാർജ്ഡാണ്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ അതിനകത്തുണ്ട്. അപ്പോൾ അവിടെയാണ് ഇവർ ഈ ബാനർ പൊക്കിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ നാഷണൽ ഐഡൻറ്റിറ്റിയെ അസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫിഫയുടെ റൂൾസ് ഇപ്പുറത്തുണ്ട്. ഫിഫ എന്ത് ചെയ്യുന്നു നോക്കാം. യെസ് അജിംസ്, ഇനിയിപ്പോൾ അർജൻറ്റീന ഫൈനലിൽ കളിക്കാൻ പോകുന്ന സ്പെയിനുമായിട്ടാണ്. സ്പെയിനെ നമുക്കറിയാം, ഈ സമീപകാലത്ത് സ്പെയിൻ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഫലസ്തീൻ അനുകൂലം കൂടിയിട്ടാണ്. ഇപ്പോൾ ബാഴ്സ ലാ ലീഗ് കിരീടം നേടിയപ്പോൾ അവരുടെ വിജയാഹ്ലാദം നടത്തുന്നതിനിടയിൽ യാമിൻ ലമാൽ ഇതേപോലെ ഫലസ്തീൻ്റെ ഫ്ലാഗ് വീശിയിരുന്നു. അപ്പോൾ അതിനെതിരെ ഇസ്രയേലിൽ നിന്നുള്ള കടുത്ത വിമർശനങ്ങൾ ഉയർന്നപ്പോഴത്തേക്ക് സ്പെയിനിൽ നിന്ന് തന്നെ പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം വരുന്നത് അത് ഞങ്ങളുടെ ദശലക്ഷക്കണക്കിനുള്ള ജനങ്ങളുടെ വികാരമാണ് പ്രകടിപ്പിച്ചതെന്നാണ്. പ്രത്യേകിച്ചും അർജൻറ്റീന ഓരോരോ രാഷ്ട്രീയം കാണിക്കുമ്പോൾ സ്പെയിൻ ഇത്തരം ഒരു രാഷ്ട്രീയമുണ്ട്. കേരളത്തിൽ ഇത് രണ്ടും ചർച്ച ചെയ്യുന്നത്. അർജൻറ്റീന പ്രത്യക്ഷത്തിൽ തന്നെ അവിടുത്തെ സർക്കാർ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇസ്രയേലിന് താല്പര്യമുള്ളൊരു രാജ്യം കൂടിയിട്ടാണ് അർജൻറ്റീന. മറുവശത്ത് സ്പെയിനാണെങ്കിൽ അതേപോലെ ഇസ്രയേലിനെ എതിർക്കുന്ന, ഇസ്രയേലിനുമായിട്ടുള്ള ആയുധ കച്ചവടം അടക്കം നിർത്തിവെക്കുകയും കൂടി ചെയ്തൊരു രാജ്യം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കൂടിയിട്ട് ഈ കളിയിൽ നിന്നും കളിക്കപ്പുറം വായിച്ചെടുക്കുക കൂടിയിട്ട് വേണ്ടേ? അല്ല, ഫുട്ബോളിൽ രാഷ്ട്രീയം പാടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ഡിബേറ്റ് ഉണ്ടല്ലോ. പക്ഷേ വേൾഡ് കപ്പ് വേദികൾ മിക്കവാറും രാഷ്ട്രീയ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എത്ര ഫിഫ എത്ര നിയമം കൊണ്ടുവന്നാലും നിരോധിച്ചാലും അത്തരം പ്രകടനം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് 2018 ലോകകപ്പിലാണ് സ്വീഡൻ്റെ 2 കളിക്കാർ, അവർ ബോസ്നിയൻ ഇമിഗ്രൻസാണ്. അവർ ഇങ്ങനെയൊരു
മുദ്ര കാണിച്ചിരുന്നു. കൊസോവോ ഇമിഗ്രൻസ്, കൊസോവോയുടെ ഇങ്ങനെ ഒരു മുദ്ര കാണിച്ചിരുന്നു. അത് വലിയ ഇതായി. അത് ഈഗിൾ ഈഗിൾ ഇതാണ്. അത് അർമേനിയക്കെതിരായിട്ടുള്ള അവരുടെ പ്രതിഷേധമാണത്. അതിൻ്റെ ചരിത്രപരമായ കാര്യമുണ്ട്. അപ്പോൾ അത്തരം ആംഗ്യങ്ങൾ, അത്തരം ബാനറുകൾ, എഴുത്തുകൾ, ജേഴ്സി ഊരിയിട്ട് അകത്ത് എഴുതി വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള പൊളിറ്റിക്കലായിട്ടുള്ള നിലപാട് ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇത് നിയമം മൂലം നിരോധിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇനി അർജന്റീനയ്ക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? ഫിഫയ്ക്ക് ഒന്നീ വാൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫൈൻ അടപ്പിക്കാൻ പറ്റും, ഇത്രയേ ഉള്ളൂ. പക്ഷേ ആ ഒരു ബാനർ ഉയർത്തുന്ന ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഫുട്ബോളിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന് കുറേയധികം ആളുകൾ വാദിക്കാറുണ്ട്. ശരിക്കും സ്പോർട്സിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ലോകകപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളും ഏതെങ്കിലുമൊക്കെ ടീമിനെ പിന്തുണയ്ക്കുന്നുണ്ടാവും. ആ ടീമിനെ പിന്തുണയ്ക്കും, ആ നാഷണൽ ടീമിൻ്റെ, ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ എല്ലാവരും പിന്തുണയ്ക്കുന്നത് ആ ടീമിൻ്റെ കളിയെ മാത്രമാണ്. ആ കളിയോടാണ് അവരുടെ വികാരം, ആ കളിയുടെ മനോഹാരിതയാണ് അവർ ഫാനായി മാറുന്നത്. അതല്ലാതെ ഇപ്പോൾ ഇന്ത്യയിലെ ലോകമെമ്പാടുമുള്ള അർജൻറ്റീനിയൻ ഫുട്ബോൾ ഫാൻസ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആരാധനയുള്ള രാജ്യമായിരിക്കും അർജൻറ്റീന. അത്ര ആളുകൾക്കൊന്നും ഈ അർജൻറ്റീന എന്ന് പറഞ്ഞ രാജ്യം ഏത് ഭൂഖണ്ഡത്തിലാണെന്ന് പോലും അറിയില്ല. അത് ഏത് രാജ്യമാണ്? ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്, അവിടെയുള്ളവരൊക്കെ ലാറ്റിൻ അമേരിക്കയിലെ ആളുകളാണ്. മറഡോണയെ കണ്ടാലും മറഡോണയൊക്കെ ചുമന്ന മനുഷ്യനാണല്ലോ, അപ്പോൾ അവരൊക്കെ ലാറ്റിൻ അമേരിക്കൻസ് ആണെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ദർ ഈസ് നോ ബ്ലാക്സ് എന്ന പ്രൊജക്റ്റ് ഉണ്ടല്ലോ ഇൻ അർജൻറ്റീന. അത് വരാനുള്ള കാരണം തന്നെ അവിടെയുള്ള ബ്ലാക്സ് അവിടെ പരസ്പരം ഇടകലർന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൽ ആരാണ് യൂറോപ്യൻ വൈറ്റ് എന്നോ അവിടുത്തെ ഇൻഡിജിനസ് പീപ്പിൾ എന്നോ മനസ്സിലാവാത്ത വിധം അവിടെ ഇടകലർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അർജൻറ്റീൻ ടീം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലുള്ളതെല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, ആ റേസാണ്. അപ്പോൾ അർജൻറ്റീന യഥാർത്ഥത്തിൽ ഒരു യൂറോപ്യന്മാർ കൂടുതലുള്ള ഒരു രാജ്യമാണ് എന്ന ബോധം നമുക്കുണ്ടാവും. നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് പിന്നീട് അർജൻറ്റീനയെ പറ്റി പഠിക്കുമ്പോൾ മാത്രമാണ്. ബ്ലാങ്കമിയന്ത പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടേ സ്പെയിനിൽ നിന്നും ഇറ്റലിയിൽ നിന്നൊക്കെ കൂട്ടത്തോടെ ആളുകളെ ഇവിടെ ഇറക്കിയിരുന്നു അർജൻറ്റീനയിൽ. അപ്പോൾ അവിടുത്തെ ആളുകൾ ഏത് വംശമാണ്, അവർ ബ്ലാക്ക് ആണോ, ഇൻഡിജിനസ് ആണോ, യൂറോപ്യൻ ആണോ എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നമ്മളതിൻ്റെ ഫാൻസ് ആവുന്നത്. ഇപ്പോൾ സ്പെയിൻ തന്നെ എടുക്കുക, സ്പെയിൻ, പോർച്ചുഗൽ, ഈ രാജ്യങ്ങളൊക്കെ ലോകം കണ്ട ഏറ്റവും ക്രൂരരായ കൊളോണിയൽ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾ കോളനികളാക്കി വെച്ച രാജ്യങ്ങളിൽ പോലും ആ രാജ്യങ്ങൾക്ക് ഫാൻസ് ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ ഇംഗ്ലീഷ് ഫാൻസ് ഉണ്ട് കേരളത്തിൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ഒരു രാജ്യമാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാണികളുള്ളൊരു ഫുട്ബോളാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. ഏറ്റവും വയലൻ്റായ ഫാൻസ് ഉള്ളത് ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ പറയുന്നത് അത് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഇംഗ്ലീഷ് ഫാൻസ് നമ്മളെ ഇവർ അടക്കി ഭരിച്ചതാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഇവരെയൊന്നും, അതായത് ഹാരി കെയിനെയൊന്നും ഇനി ആരാധിക്കേണ്ട, വെയിൻ റൂണിയൊന്നും ആരാധിക്കേണ്ട എന്ന കാര്യം കരുതില്ല. അത് ഫുട്ബോളാണ്, രാഷ്ട്രീയം വേറെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കേരളം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കെയുള്ളൊരു സംസ്ഥാനമാണ്. കേരളത്തിൽ ബ്രസീലിനും ഫാൻസുണ്ട്, അർജൻറ്റീനയ്ക്ക് ഫാൻസുണ്ട്, ഇംഗ്ലണ്ടിന് ഫാൻസ്, ജർമ്മനിക്ക് ഫാൻസുണ്ട്. ജർമ്മനി അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രീയ ബോധം വെച്ച് എങ്ങനെയാണ് ജർമ്മനിയൊക്കെ നമ്മൾ പിന്തുണയ്ക്കുക എന്നാലോചിക്കില്ല. അങ്ങനെയല്ല, അത് ഫുട്ബോളിനുള്ള ഫാൻസാണ്, ആ രാഷ്ട്രീയത്തിനുള്ളതല്ല. ഇത് രണ്ടും നമ്മൾ വേറെ തന്നെ മനസ്സിലാക്കണം. അതായത് ഫുട്ബോൾ വേദികളിൽ പ്രകടിപ്പിക്കുന്ന കളിക്കാരോ കാണികളോ പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ ആംഗ്യങ്ങളെ, അല്ലെങ്കിൽ രാഷ്ട്രീയ ചേഷ്ടകളെ, അല്ലെങ്കിൽ രാഷ്ട്രീയ ബാനറുകളെ അതിന് ആ രീതിയിൽ കാണുകയും ആ രാജ്യങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ ആ രീതിയിൽ കാണുകയും ചെയ്യുക എന്നുള്ള പക്വതയാണ് നമുക്ക് വേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ മെച്യൂരിറ്റി. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത് എന്താണെന്നറിയോ? ഫലസ്തീൻ അനുകൂലികളായി വിജൃംഭിതരായ കുറേ അധികം ആളുകൾ സ്പെയിനിൻ്റെ ആരാധകരായി മാറുന്നു ഒറ്റ രാത്രി കൊണ്ട്. കുറേ അധികം ആളുകൾ അർജൻറ്റീനൻ വിരുദ്ധരായി മാറുന്നു. എനിക്കിത് മനസ്സിലാവുന്നേ ഇല്ല. ഇതേ ലയണൽ മെസ്സി തന്നെ എവിടെയാണ് ജനിച്ചു വളർന്നത്? അയാൾക്ക് സ്പാനിഷ് പൗരത്വമുള്ള മനുഷ്യനല്ലേ അയാൾ ബാഴ്സയിൽ ജനിച്ചു വളർന്ന, ബാഴ്സയിൽ വളർന്ന ആളാണല്ലോ, അയാൾക്ക് സ്പാനിഷ് പൗരത്വമുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ അയാളും ഫലസ്തീൻ അനുകൂലിയാണ്, അയാൾ സ്പെയിനിൻ്റെ ഭാഗമാണ്. ഈ ലോകകപ്പ് കഴിഞ്ഞാൽ, യൂറോ കപ്പ് കഴിഞ്ഞാൽ അയാൾ നേരെ തിരിച്ച് സ്പെയിനിലേക്കാണ് വരിക. ഈ ഇത്രയും നിസ്സാരമായ കാര്യങ്ങളിൽ ഇങ്ങനെ വികാരം ഉദ്ദീപിപ്പിച്ചുകൊണ്ടുള്ള ഫാൻസിനെ കാണുമ്പോൾ അതിൽ ചിരിയാണ് വരുന്നത്. നമ്മൾ കുറേ കൂടി പൊളിറ്റിക്കലി മെച്ചുറാവുക. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, ഫുട്ബോളിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കരുതെന്നല്ല പറയുന്നത്, ആ രാഷ്ട്രീയത്തിൽ നമ്മൾ പക്വതയുള്ളവരാവുക എന്നുള്ളതാണ് എനിക്ക് ഈ ഫുട്ബോൾ ഫാൻസിനോട് പറയാനുള്ളത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിരുന്നു. പിന്നെ മലയാളിയാണ്, പുള്ളിയുടെ ഭാര്യ അർജൻറ്റീനക്കാരിയാണ്. അപ്പോൾ അവർ അൾജീരിയ അയ്യൂബിൻ്റെ ഭാര്യ. അവരിവിടുത്തെ ഈ എന്നോട് പറയാം നിങ്ങൾ പോയിട്ട് ആ ഷോയിൽ മെസ്സിയെ ചീത്ത വിളിക്കണം. ഞാൻ ചോദിച്ചാൽ എന്തിനു വൈ? അത് മറ്റേ അൾജീരിയ തോപ്പിച്ചാണ് അവർ ചീത്ത വിളി, അവർ മൊത്തം കളി റിഗിയാണ് ഭയങ്കര വികാരത്തോടെ. അവർ പക്ഷേ പറയുന്നത് അൾജീരിയയിൽ എവിടെയും അൾജീരിയക്ക് വേണ്ടി ഇത്രയും ഫ്ലക്സ് ഇല്ലെന്നുള്ളതാണ്. അവരുടെ രാജ്യം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ ഫ്ലക്സ് ഇല്ലെന്ന് പറഞ്ഞു. എന്തായാലും കളിയായിട്ട് അല്ല, രസം എന്താണെന്ന് വെച്ചാൽ
ഇതേ ഫ്രാൻസിന്റെ കോളനിയായിരുന്നു അൾജീരിയ. അവരപ്പോൾ ഫ്രാൻസിനൊപ്പമാണ്. ഒന്നാലോചിച്ച് നോക്കും പൊളിറ്റിക്സ് എങ്ങനെ ഓടുന്നു. യെസ്, കളിയെ കളിയായിട്ട് കാണുക, കളിയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുക, പക്ഷേ ആ രാഷ്ട്രീയം മുൻനിർത്തിയിട്ട് താരങ്ങളെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ വേർതിരിച്ച് കാണുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. അതിനെ മറ്റൊരു വിധത്തിൽ കാണുകയും കളിയുടെ ആവേശം അതേപോലെ തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നാണ് പറയാനുള്ളത്.